റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയതുകൊണ്ട് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല എന്ന് റബ്ബർ കർഷകരുടെ പ്രതികരണം. കുറഞ്ഞത് 210 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമേ കൃഷി ലാഭത്തിലാകൂ. പ്രകടന പത്രികയിൽ 250 രൂപയാക്കുമെന്ന് പറഞ്ഞ് സർക്കാർ തങ്ങളെ വഞ്ചിച്ചെന്നും കർഷകർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന ബഡ്ജറ്റിൽ റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് അത് റബ്ബറിന്റെ താങ്ങുവില എത്ര രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും 170 നിന്ന് 180 10 രൂപയുടെ വർധന താങ്ങുവിലയിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ പാമ്പാടിയിലുള്ള ഒരു റബ്ബർ കടയ്ക്ക് മുന്നിലാണ്. ഇവിടെ നമുക്കിപ്പം കുറച്ച് റബ്ബർ കർഷകരും ചേരുന്നു. എന്തായാലും ചേട്ടാ, ഈ 10 രൂപ കൊണ്ട് ലാഭമാവോ? യാതൊരു പ്രയോജനമില്ല. 10 രൂപയല്ലേ കൂട്ടിയിട്ടുള്ളൂ. ഒരു 200 രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയോജനം ഉണ്ടായേനെ. ഒരു പ്രയോജനമില്ല, കാര്യമായ ഒരു പ്രയോജനമില്ല. ഇനി 5 രൂപയും കൂടെ കൂടുകയാണെങ്കിൽ 80ന്റെ സബ്സിഡി നിന്നു. ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. 200 രൂപയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ 8 രൂപയും കൂടുതലല്ലേ ചേട്ടാ. ഈ പിണറായി സർക്കാർ വന്ന സമയത്ത് വാഗ്ദാനം പറയുന്നത് 250 രൂപ താങ്ങുവിലാക്കുമെന്നാണ് പറഞ്ഞു. സർക്കാർ അങ്ങനെ വാഗ്ദാനങ്ങൾ പലതും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരുടെയും കൂലി വേലക്കാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ യാതൊരു ആനുകൂല്യത്തിനും സർക്കാർ ഒന്നും തന്നെ ബഡ്ജറ്റിലും ഇല്ല, ഒരു പ്രവൃത്തിയിലില്ല. നിത്യോപ സാധനങ്ങളുടെ എല്ലാം വില കൂടി. അതനുസരിച്ച് ഇവിടുത്തെ കേരളത്തിലെ പ്രത്യേക കർഷകരുടെ ഇൻകം എന്ന് പറയുന്ന റബ്ബറാണ്. അത് ഇന്ന് പലപ്പോഴും വെട്ടാൻ പോലും ആളില്ലാത്ത, വെട്ടിയാൽ മുതലാകാത്ത രീതിയിൽ അതിപ്പോഴും കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യമാണ്. കുറുക്കനും പന്നിയും എല്ലാം കൂടുവെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് നാട് നശിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത്. 10 രൂപ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നാണ് പറയുന്നത്. 10 രൂപ കൊണ്ട് റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. കുറഞ്ഞത് ഒരു 200 രൂപയെങ്കിലും നമുക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ ഈ റബ്ബർ കൃഷി കൊണ്ട് കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മറ്റ് കൃഷിയിലേക്കോ വേറെ കാര്യങ്ങളിലേക്കോ കർഷകർക്ക് പോകേണ്ട ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയാനുള്ളത്. ഒരു മാറ്റമില്ല. ഈ സംസ്ഥാന ബഡ്ജറ്റിലൂടെ കേരളത്തിലെ റബ്ബർ കർഷകരെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. വോട്ട് കിട്ടാൻ വേണ്ടി അധികാരത്തിലെത്താൻ 250 രൂപ 1 കിലോ ഷീറ്റിന് നൽകാമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൽ തന്നെ ഇവിടുത്തെ കർഷകരുടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി കൂടി പ്രവർത്തിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റബ്ബറിനെ കുറിച്ച് സംസാരിച്ചാൽ അവരെ പരിഹസിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഈ ഗവൺമെൻറ്റിൽ നിന്നും ഒരു കാലത്തും ഇവിടുത്തെ കർഷകർ നീതി പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാന വില നിർണ്ണയിക്കുന്നത് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിൻ്റെ ഉൽപ്പാദന ചെലവും അതിൻ്റെ പകുതിയും കൂടി കണക്കാക്കണം. അതാണ് അടിസ്ഥാന വില. 1 കിലോ റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇന്ന് 210 രൂപ ചെലവ് വരുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ 250 രൂപ എങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഈ റബ്ബറിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താ? വിലസ്ഥിരതയില്ല. ഇപ്പോൾ ഒരു താൽക്കാലിക വില വർധനമുണ്ട്. നമ്മൾ മഴക്കാലമാകുമ്പോൾ വെട്ട് തുടങ്ങുമ്പോഴത്തേനും ആ വില വീണ്ടും താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയ അധികാരത്തിലെത്തിയ ഒരു ഗവൺമെൻറ്റിന് 250 രൂപ ഇവിടുത്തെ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റബ്ബർ കർഷകരെ ഈ ഗവൺമെൻറ് വഞ്ചിച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലൂടെ പോയ ഗവൺമെൻറ് കർഷകർക്ക് അവർക്ക് ആശ്വാസം നൽകാമെന്ന് വാക്ക് നൽകി പറ്റിച്ച ഒരു ഗവൺമെൻറ്റാണിത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടി വരും കാലങ്ങളിൽ കേരളത്തിലെ റബ്ബർ കർഷകർ ശക്തമായ തിരിച്ചടി നൽകും. ഇത് ഈ ഗവൺമെൻറ്റിന് തന്നെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിക്ക് ഇവിടുത്തെ കർഷകരോട് ഇതിൻ്റെ മറുപടി പറയാനുള്ള ബാധ്യത വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 10 രൂപ, കേവലം 10 രൂപ കൂട്ടിയത് കൊണ്ട് ഈ കർഷകർ റബ്ബർ മേഖലയിൽ ഉണ്ടാകുന്ന നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. കുറഞ്ഞത് 210 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമേ നിലവിലെ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് ഈ കർഷകരെല്ലാം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.